Watch full episodes on Jio Hotstar. എന്റെ അമ്മോ, ഇവരെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ആരാണ് ഇവന്മാരൊക്കെ? ഇതെന്താ അടുത്തെത്തിയല്ലോ. എന്റെ അമ്മോ, വണ്ടി ഇടിച്ചല്ലോ. എന്റെ അമ്മോ, ഞാൻ സ്പീഡ് കൂട്ടണ്ടേ. ഇനിയും നിങ്ങൾ എങ്ങോട്ട് പോകും ഇൻസ്പെക്ടർ ചിങ്കം? എന്റെ അമ്മോ, എന്റെ എല്ല് പൊട്ടി തവിട് പൊടി ആയല്ലോ. ഹലോ ഇൻസ്പെക്ടർ ചിങ്കം, എന്റെ പേര് ജാക്സൺ. ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ബോസ് ഒരു കോണ്ടിനെന്റ് ബ്ലാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ബന്ധപ്പെട്ട ചില തെളിവുകൾ നിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് വന്നേക്ക്. ഈ ചിങ്കത്തിന്റെ അടുത്ത് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇമ്പോസിബിൾ ആണ്. ഇളനീർ പട്ടാളമേ, ഗോ അറ്റാക്ക്. എന്താ ചെയ്യാ ബോസ്? അങ്ങോട്ട് നോക്ക്. അതല്ലടാ. പിടിക്കവനെ. രക്ഷിക്കണേ. ഇതിനു മുമ്പ് നിങ്ങളെയൊക്കെ മുള്ളു കുത്തിയിട്ടുണ്ടോ? അത് ഒരുപാട് എണ്ണം. എന്നാ താഴേക്ക് നോക്കിക്കോ, ഇപ്പൊ കുത്തും. ഇൻസ്പെക്ടർ, ഞാൻ നിനക്ക് ആരാണെന്ന് കാണിക്കാം. ജാക്സൺ, ടൈം പ്ലീസ്. ഈ കുത്തിയ മുള്ളൊന്ന് ഞാൻ എടുത്തോട്ടെ. ഓക്കെ, 30 സെക്കൻഡ് തരാം. എന്റെ അമ്മോ, രക്ഷിക്കണേ. എന്റെ അമ്മോ, നിങ്ങൾ എന്നൊന്ന് വന്ന് സഹായിക്ക് പ്ലീസ്. ഇവിടുത്തെ എന്റെ അമ്മോ വേദനിക്കുന്നു. ചിങ്കം സാറേ, ഞങ്ങളിതേ എത്തിപ്പോയി. ചിങ്കം സാറേ, ഞങ്ങളിതേ എത്തിപ്പോയി. എന്റെ അമ്മോ. എടാ പിള്ളേരെ, എന്താ നോക്കി നിൽക്കുന്നത്? അവരെ പിടിക്ക. എങ്കി വാ. അറ്റാക്ക്. എന്റെ കാല് ടാറ്റു ഒക്കെ കൊള്ളാം, പക്ഷെ കുറുക്കനെ പോലെയുള്ള കൂർമ്മ ബുദ്ധി നിനക്ക് ഇല്ലാണ്ട് പോയി. ഓ, ഫോക്സിന്റെ മുകളിലെ ടാറ്റുവോ? പോലീസിനാണോ നീ തല്ലുന്നത്? എന്റെ അമ്മോ, വീണ്ടും തല്ലിയല്ലോ. എല്ലാരും വരൂ, നമുക്ക് അവരെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാം. അത് ശരി, ഒരുമിച്ച് അടിക്കാൻ വരുവാണോ? എന്തടിയാ അടിക്കുന്നത്? പത്ലു, ഇത് നീ കാണുന്നുണ്ടോ? അങ്ങേരടി വാങ്ങുന്നുമുണ്ട്, നമ്മളെ കൂൾ ഡ്രിങ്ക്സ് കുടിപ്പിക്കുന്നുമുണ്ട്. അത് കൂൾ ഡ്രിങ്ക് അല്ല, സ്മോക്ക് ബോംബാണ്.
നമുക്കിവിടെ വേഗം പോയേക്കാം. നന്നായി ഓടിപ്പോയത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ലായിരുന്നു. ചിങ്കം സാറേ, മിസ്റ്റർ മോട്ടു പത്ലു, താങ്ക് യു വെരി മച്ച്. ഇനി ഒരിക്കലും അവന്മാർ ഒരു കോണ്ടിനെന്റിനെ ഇതുപോലെ ബ്ലാസ്റ്റ് ചെയ്യാൻ ചിന്തിക്ക പോലും ഇല്ലല്ലോ. നിങ്ങൾ ചെന്ന് പിസ്സ ബർഗർ ഒക്കെ കഴിച്ചോളൂ. ഞാനും എന്റെ വീട്ടിൽ പോയിട്ട് എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന പാസ്റ്റ കഴിച്ചിട്ട് വരാം. ഓക്കേ? ചിങ്കം സാറേ പറയുന്ന കേക്ക്. ബൈ 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 ബൈ. ചിങ്കം സാറ് ലിഫ്റ്റ് തരാണ്ട് തന്നെ പൊക്കളഞ്ഞല്ലോ. മിസ്റ്റർ മോട്ടു പത്ലുവോ? മോട്ടു, ഈ ചിങ്കം സാർ എന്താ നമ്മളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? വരൂ, നമുക്ക് അദ്ദേഹത്തിന്റെ വീട് വരെ ഒന്ന് പോയി എന്താ കാര്യം ഒന്ന് നോക്കാം. പക്ഷെ ഇത്രയും ദൂരം നടന്നോ? ചിങ്കം സാറേ, നിങ്ങൾ ഞങ്ങൾ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്നില്ലേ? അല്ല, എവിടെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചിങ്കം സാറ്? മോട്ടു പത്ലു, നിങ്ങൾ വന്നത് നന്നായി. ചിങ്കം വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ പെരുമാറ്റത്തിൽ എന്തോ പ്രത്യേകതയുള്ളതുപോലെ. അവനെ കണ്ടാൽ അറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന്. നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളോട് പറയൂ. ഞാൻ അവന് വേണ്ടി മാത്രമായിട്ടാ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചത്. എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇതെന്തോന്ന് ഇഡ്ഡലി? എനിക്ക് പാസ്റ്റ വേണം. അയ്യോ, പാസ്തയോ നിനക്ക്? വല്ലപ്പോഴും ഞാനും ഡിഫറെന്റ് ആയിട്ടൊക്കെ കഴിക്കണ്ടേ? എടാ, എന്റെ റൂമിലേക്ക് എന്തിനാ പോകുന്നത്? നിന്റെ റൂം അവിടെയല്ലേ? സോറി മോം. അയ്യോ, ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എവിടെ പോയി ആ ഫയല്? ഇതിനകത്ത് എവിടെയെങ്കിലും തന്നെ അത് ഉണ്ടാവും. ഇതിനകത്തില്ല, ഇവിടെയും ഇല്ലല്ലോ. ഈ ഫയലിനെ തേളാക്കി മാറ്റിയല്ലോ. ഈ ചെറുക്കൻ ഇത് എന്ത് പറ്റി? ഇതിനകത്ത് ചിലപ്പോ ഉണ്ടാവും. പുതിയ ഡ്രസ് കിട്ടിയല്ലോ. എവിടെ തിരയാനാണ്? എടാ, എന്താടാ അന്വേഷിക്കുന്നേ? അത് പിന്നെ മോം, എന്റെ ഒരു ഫയൽ ഇതിനകത്തുണ്ട്. അതിനകത്ത് പ്രോജക്ട് എസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. മോം അത് കണ്ടോ? ആ ഐപാഡ് നീയല്ലേ സീക്രട്ട് ഷെൽഫിൽ വെച്ചിരിക്കുന്നേ? അതും നീ മറന്നുപോയോ? സീക്രട്ട് സേഫോ? ഇനി അത് എവിടെ തിരയാനാണ്? ഓഹോ, എനിക്കൊരു പ്രധാനപ്പെട്ട പണിയുണ്ടല്ലോ. മോം, എനിക്കതൊന്ന് എടുത്ത് തരുമോ? ഓക്കേ. അയ്യോ, എന്നെ എങ്ങോട്ടായി കൂട്ടിക്കൊണ്ട് പോണത്? നോ 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 നോ, ബാത്റൂമിലേക്ക് എന്തിനാ കൂട്ടിക്കൊണ്ടുന്നത് എന്നെ? ഞാൻ രാവിലെ തന്നെ കുളിച്ചതാണല്ലോ. നിന്റെ ഈ സീക്രട്ട് ഷെൽഫിനെ പറ്റി നീ മറന്നോ? മോം, എന്റെ ജോലിയുടെ പ്രഷർ അത്രയ്ക്ക് വലുതാണ്. ഞാൻ എല്ലാം അങ്ങ് മറന്നു പോവാണ്. എനിവേ, താങ്ക് യു. ഞാൻ പോവാണ്. വേഗം വരാട്ടോ. എന്നെ അമ്മന്ന് വിളിക്കാതെ മോം അവനെ വിളിച്ചിരുന്നെ. ഇപ്പൊ ഫോൺ വിളിച്ച് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ്. ഞങ്ങളോടും അവരുടെ ബിഹേവിയർ കുറച്ച് വിചിത്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഞങ്ങളെ മിസ്റ്റർ മോട്ടു പത്ലു എന്നാ വിളിച്ചത്. പിന്നെ പിസ്സയും ബർഗറും കഴിക്കുന്നതിനെ കുറിച്ചും സംസാരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്നതാ ഞങ്ങൾക്ക് ടീ കടയിൽ സമൂസ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന്. അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചതൊക്കെ കുറച്ച് വിചിത്രമായിരുന്നു. എന്ത്? അമ്മ, എനിക്കെന്താ തോന്നണെന്ന് വെച്ചാ ചിങ്കം സാർ വല്ല അപകടത്തിൽ പെട്ടിരിക്കുകയായിരിക്കില്ലല്ലോ. മോട്ടു പത്ലു, ഫൈൻഡ് മൈ ചിങ്കം. ഈ പ്രൊജക്ട് എക്സിന്റെ കേസ് ഞാൻ നിങ്ങൾക്ക് കൈമാറും. പ്രോജക്ട് എക്സിന്റെ കേസ്? എടാ പത്ലു, അങ്ങനെ ആദ്യമായിട്ട് നമ്മൾക്കായിട്ട് ഒരു കേസ് കിട്ടിയടാ. കാരണം സൂത്രപ്പണി ഞങ്ങളുടെ പ്രൊഫഷൻ മാത്രമല്ല, പാഷൻ കൂടിയാണ്. ആ ഡ്യൂപ്ലിക്കേറ്റ് ചിങ്ങത്തിനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്ത്. അവനെ ഞാൻ ഇന്ന് അടിച്ചു നിരപ്പാക്കും. ഒരിക്കലും അവനെ ജീവിതത്തിൽ മറക്കില്ല.
വെറുതെ ഒന്ന് നിർത്തുന്നുണ്ടോ? എന്നെ എത്ര ഇനി തല്ലാൻ പോന്ന്? സോറി മിസ്റ്റർ ഫോക്സ്, ഇവൻ പ്രോജക്ട് എക്സിന്റെ ലൊക്കേഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഡോണ്ട് വറി മിസ്റ്റർ ജാക്സൺ, ഇദ്ദേഹം സത്യസന്ധമായ ഇൻസ്പെക്ടറാണ്. പ്രോജക്റ്റിനെ കുറിച്ച് ഒന്നും പറയില്ല. എന്റെ അമ്മോ, ഇതെങ്ങനെ സംഭവിച്ചു? കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ ഇവൻ. പണ്ടെങ്ങാനും പൂരത്തിൽ നഷ്ടപ്പോയ എന്റെ അനിയനാണോ താൻ? അമ്മ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല ഇതുപോലത്തെ ഒരു സഹോദരൻ എനിക്ക് ഉണ്ടെന്ന്. എന്റെ പേരാണ് മിസ്റ്റർ ഫോക്സ്. കുറുക്കനേക്കാളും എനിക്ക് ഒരുപാട് സാമർത്ഥ്യമുണ്ട്. ഒന്ന് ആലോചിക്കേ, മോട്ടു പത്തുള്ളിന് മുമ്പിൽ വെച്ച് നീയാണെന്ന് ഞാൻ പറഞ്ഞവരെ പറ്റിച്ചിരിക്കുന്നു. നിന്റെ കൂട്ടുകാരും സ്മോക്ക് ബോംബിൽ ഞാൻ പെടുത്തേ. എന്റെ ആൾക്കാരെ വെച്ച് നിന്നെ ഞാൻ കിഡ്നാപ്പ് ചെയ്തു. എന്നിട്ട് നിന്റെ സ്ഥാനത്ത് ഞാൻ എത്തി. വളരെ സിമ്പിൾ ആയിട്ട് ഞാനിത് ചെയ്തു തീർത്തു. നിന്റെ കൂട്ടുകാർക്കും എന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. നിന്റെ സ്വന്തം അമ്മയ്ക്ക് പോലും എന്നെ മനസ്സിലായില്ല. ഇത് കണ്ടോ, എന്റെ കയ്യിൽ ഐപാഡ്. ഇതിൽ പ്രോജക്ട് എക്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. നിന്റെ വീട്ടിൽ ഞാൻ അടിച്ചു മാറ്റിയതാണ്. എന്റെ അമ്മേനെ പറ്റിച്ച് നീ ഐപാഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നീ കരുതുന്ന പോലെ പ്രോജക്ട് എക്സിന്റെ ലൊക്കേഷൻ ഇൻഫർമേഷൻ ഇതിനകത്തും ഉണ്ടാവില്ല. ആണോ? I am Fox, Mr. Fox. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ ചെന്നയേക്കാളും വളരെയധികം ഫാസ്റ്റാണ്. പ്രോജക്ട് എക്സിന്റെ ലൊക്കേഷൻ ആ കുക്കൂസ് വാലിയിൽ എവിടെയോ ആണ് ഉള്ളത്. ഇവിടുന്നാണല്ലോ തന്നെ പിടിച്ചോണ്ട് വന്നത്. വൈകുന്നേരത്തിനുള്ളിൽ ഞാനത് കണ്ടുപിടിക്കാം. കുക്കൂസ് വാലി ഒരുപാട് വലിയ വാലിയാണ്. വൈകുന്നേരം 6 മണിക്ക് മുമ്പേ നിനക്ക് ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിയില്ല. നിന്റെ ആ മിഷൻ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നമ്മളുടെ ഈ കള്ളത്താടിയും മീശയും കാരണം ആ ഗുണ്ടകൾക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റില്ലടാ. അവന്മാരുടെ കയ്യില് ഫോക്സിന്റെ ടാറ്റു ഉണ്ടത്രേ. വാ, എല്ലാവരുടെ കൈകൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതെ മോട്ടു, വൈകുന്നേരം 6 മണിയാകാൻ ഇനി 4 മണിക്കൂറേ ബാക്കിയുള്ളൂ. വാ, ആ ഗുണ്ടകളെ നമുക്ക് പോയി അന്വേഷിക്കാം. ആ വരൂ. ചേട്ടാ, ചേട്ടന്റെ കൈ ഒന്ന് ഞങ്ങളെ കാണിച്ചേ. അതെ, കോഫി. ചേട്ടാ, അയാളിത് എവിടെ പോയി? അങ്ങനെ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. പത്ലു! അയ്യോ, അവനെ വിടരുത്, പിടിക്ക. എക്സ്ക്യൂസ് മീ. കിട്ടിയില്ല. ഞാൻ വായിച്ചോടുന്നത് കീറിക്കളയുന്നു. സോറി. അതെ, എന്റെ സൂട്ട് കേസ്. രക്ഷിക്കോ, ഒന്ന് സൈഡ് തരുമോ? ഞങ്ങളെ ഇടിച്ചിടുന്നോടോ. അയ്യോ, അയ്യോ, ഒത്തിരി ക്ഷീണിച്ചു. ഇനി കുറച്ച് ഐസ്ക്രീം കിട്ടിയാ കൊള്ളാം. കയ്യില് ടാറ്റു ഒന്നും ഇല്ലല്ലോ. മോന്റെ ഐസ്ക്രീം ഞാൻ തന്നെ വാങ്ങി കഴിക്കാറില്ല. നീ വാങ്ങി കഴിച്ചു അല്ലേ? മോട്ടു വേഗം ഓട്, അവന്മാരും പുറകെ തന്നെ ഉണ്ട്. വെറുതെ ഓടിക്കട്ടെ. രക്ഷപ്പെട്ടെ. അയ്യോ, ഇവിടെ പെട്ടു. അയ്യോ, ഒരു പണിയില്ലേ. വാ, ഓടാടാ. അയ്യോ, സോറി സോറി. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. ഒരു കുഴപ്പമില്ലെന്നേ. ഓക്കെ ഓക്കെ. അല്ല നിന്നെ. അയ്യോ, എടാ പത്ലു, കിട്ടിപ്പോയടാ. മോട്ടു, എടാ പത്ലു, ഇയാളും ആ ഗ്യാങ്ങിൽ പെട്ടതാടാ. എന്നെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. വാ വാ, രണ്ടുപേരും വേഗം വാ. വരാന്. വാ വാ, പോര് പോര്.
എവിടെ പോയി? വേണ പോകുന്നു. ബൈ ബൈ. മോട്ടു വാ, അവന്റെ പുറകെ പോകാം. ആ എങ്കി വാ, റെഡി ആയിക്കോ, ഞങ്ങള് വിടില്ല. യെസ്. യെസ്. എന്റെ ബർഗർ. വാ, വേഗം പോകാം. Yes! Yeah! Yes! ഇത്രയും പെട്ടെന്ന് അവൻ എവിടെയാ മാഞ്ഞു പോയത്? ചിങ്കം സാറേ! ചിങ്കം സാറേ! ചിങ്കം സാറേ, ഇപ്പൊ നിങ്ങളെ ഞങ്ങൾ പുറത്തിറക്കാം. തുറക്ക്, തുറക്ക്. എടാ, ഇത് ഭയങ്കര ടൈറ്റ് ആണല്ലോടാ. ഏതായാലും ഇത് നമുക്ക് പിന്നെ നോക്കാടാ. അതേ മോട്ടു പത്ലു, ഇവന്മാരെല്ലാരും ചേർന്നെ ഇടിച്ച് ചമ്മന്തിയാക്കിയതേ. മോട്ടു എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ചിങ്കം സാറേ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതേ മോട്ടു പത്ലു, അവന്മാര് എന്റെ കയ്യിൽ നിന്ന് പ്രോജക്ട് എക്സിന്റെ അതിനാണ് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. കണ്ടോ? ഇത് കണ്ടിട്ട് വല്ല മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അല്ലേ എഴുതണേ, അതും നിങ്ങൾ തെറ്റിക്കുക. ആദ്യം ABCD അല്ലേ വരുന്നത്, എക്സ് ഒക്കെ ലാസ്റ്റിലേക്കല്ലേ വരിക. എന്റെ പത്തിലു, ചിങ്കം സാറിന് ഇംഗ്ലീഷ് പോലും ശരിക്കും അറിയില്ല. വെൽക്കം മോട്ടു പത്ലു, വെൽക്കം. നിങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നതല്ല, ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിച്ചതാ. എന്റെ പേര് മിസ്റ്റർ ഫോക്സ്. ഞാൻ കാട്ടിലുള്ള ചെന്നായേക്കാളും സൂത്രശാലിയാണ്. ഞാൻ മനഃപൂർവ്വം നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിച്ചതാണ്. ഞാൻ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ചെയ്യാൻ പോകുന്ന കാര്യത്തിന് നിങ്ങൾ രണ്ടുപേരും തടസ്സമാകാൻ പാടില്ല. മിസ്റ്റർ ഫോക്സ്, നിങ്ങളെ കൊണ്ട് ഇത്രയും വലിയൊരു കോണ്ടിനെന്റ് എങ്ങനെയാണ് ബ്ലാസ്റ്റ് ചെയ്യാൻ കഴിയുക? പറഞ്ഞു തരാം. ഇല്ല ഇല്ല, ഞാൻ പറയില്ല. അത് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണിച്ചു തരാം. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ അത് കാണും. ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നേ? കോണ്ടിനെന്റൽ ബ്ലാസ്റ്റ് ആയതിനു ശേഷം ലോകം മുഴുവനും എന്നെ കണ്ട് പേടിക്കും. അതിനുശേഷം ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രമേ ചെയ്യുകയുള്ളൂ. ലോകം മുഴുവനും എന്റെ കൈക്കുള്ളിലാകും. എന്റെ അമ്മോ, ഇത്രയും ഡേഞ്ചറസ് പ്ലാനോ? മിസ്റ്റർ ഫോക്സ്, നീ എന്താ വിചാരിച്ചേ? ഞങ്ങൾ ഈ ഗണ്ണ് കണ്ട് പേടിച്ചു പോകുന്നോ? നിങ്ങൾ ഈ ചെറിയ ഗണ്ണ് കൊണ്ടാണോ പേടിപ്പിക്കാൻ നോക്കുന്നത്? ചെറിയ ഗണ്ണാണെങ്കിലും നല്ല കറണ്ട് അടിച്ചടാ. ഞങ്ങളെ വെറുതെ വിടോ. മിസ്റ്റർ ഫോക്സ്, ധൈര്യം ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഗൺ മാറ്റ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആരുടെ കയ്യിലാ തോൽക്കുന്നതെന്ന്. ഗണ്ണ് മാറ്റണോ? പക്ഷെ എന്തിന്? ഞാൻ ഹീറോയല്ല, വില്ലനാണ്. ആ ചിങ്കത്തിന്റെ അടുത്തുനിന്ന് ഇവരെ ദൂരേക്ക് കൊണ്ടുപോകോ. ഇവരെ രണ്ടുപേരെയും വേറൊരു റൂമിൽ അടച്ചിട്ടാൽ മതി. എല്ലാരും നടക്ക്. വാ വാ പോവാ. എന്താ തുറച്ചു നോക്കുന്നേ? കൈ വെക്ക്. എന്റെ പൊന്ന് വലിയേട്ടാ, ഇങ്ങനെ ഇക്കിളിയാക്കല്ലേ. എന്താ പൂരി ഉണ്ടാക്കാനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? നീ ഇതകത്ത് എന്തൊക്കെയാ വെച്ചിരിക്കുന്നേ? ഈ കാര്യത്തിന് ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്താ ഇത്ര വലിയ ആയുധോ? ഇത് തുണിയോ അതോ ഗോണമാണോ? എന്തൊക്കെയാ വെച്ചിരിക്കുന്നേ? എന്താ നോക്കുന്നേ? ഇങ്ങനെ തിങ്സ് ഒക്കെ എടുത്ത് പുറത്തോടെ. ഇതാ ഇത്രേ ഉള്ളൂ. എന്റെ കയ്യിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ആ ഫോട്ടോ അയക്കാൻ പറയണോ? അകത്തേക്ക് ചെല്ല്. മര്യാദയ്ക്ക് അകത്തേക്ക് ചെല്ല്. രണ്ടുപേരും ഇതിനകത്ത് കിടന്നാ മതി. ചേട്ടാ, ഞങ്ങളുടെ തുണി മുഴുവനും നിങ്ങൾ അഴിച്ചു വാങ്ങിയില്ലേ? ഒന്നുമില്ലെങ്കിലും ആ തൊപ്പിയെങ്കിലും തന്നേക്ക്. തല മറക്കാനെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരുന്നു.
പത്തിലോ നമ്മുടെ അടുത്ത് വസ്ത്രങ്ങൾ പോലും ഇല്ല. അതിനിടയ്ക്കാണ് നിനക്ക് ഹാറ്റ് വേണ്ടത്. മോട്ടു നീ ഒന്നും മിണ്ടാതിരിക്ക. എന്നാ പിടിച്ചോ. വളരെ നന്ദിയുണ്ട്. പത്തിലു, ഇനി നമ്മൾ പുറത്തേക്ക് എങ്ങനെ ഇറങ്ങും? ഈ മെൽറ്റിംഗ് കട്ടറിന്റെ സഹായത്തോടെ. ജയ് ഹോ! അതെ, ഇങ്ങ് വാ. നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു കൈ നോക്കാം. പിടിക്കാവന്മാരെ. എന്തിനാ എന്നെ കുട്ടികളെ എടുക്കുന്ന പോലെ എടുത്തോണ്ടിരിക്കുന്നേ? ആ, അയ്യോ, ഇതെന്താ എന്റെ പാന്റ് അഴിച്ചു കളഞ്ഞ്? ഇതൊന്നും ശരിയല്ല. ഇത് എത്രയാ വെച്ചാ തല്ലുക? എന്റെ പല്ലെല്ലാം കൊഴിഞ്ഞു. മോട്ടു വരൂ. ഈ സ്റ്റാച്ചു എങ്ങനെ ഇവിടെ വന്നു? മോട്ടുപത്ലു, വേഗം തുറക്ക്. എനിക്കറിയാം നിങ്ങൾ രണ്ടാളും എന്തായാലും വരുമെന്ന്. ചിങ്കം സാറേ, ഒച്ച വെക്കല്ലേ. അയ്യോ മോട്ടു, വേഗം വാ, ഇവിടുന്ന് പോവാം. ചിങ്കം സാറേ, 6 മണിയാകാൻ ഇനി 1 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. വരൂ, പ്രോജക്ട് എക്സിന്റെ ലൊക്കേഷനിലേക്ക് പോയിട്ട് അവിടെ പ്രൊട്ടക്ഷൻ ലെവല് അധികമാക്കാം. പ്രോജക്ട് എക്സിന്റെ ലൊക്കേഷൻ കുക്കുവേലിൽ തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ അവന്മാർ എന്റെ കണ്ണ് പൊത്തിട്ടാണ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയത്. കാരണം ആ ലൊക്കേഷനെ കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കാൻ പാടില്ലല്ലോ. എന്ത്? അപ്പൊ നിങ്ങൾക്കും ആ ലൊക്കേഷൻ അറിഞ്ഞൂടെ? അതേന്നേ, കാരണം എന്റെ പണി. എന്താത്? എന്റെ അമ്മ! എന്റെ അമ്മ! ഇതെന്താ സംഭവം? എഴുന്നേൽക്ക് ചിങ്കം സാറെ, സൂക്ഷിച്ച. അല്ല, നിങ്ങൾ എന്തോ പറഞ്ഞോണ്ടിരുന്നില്ലേ? എന്റെ പണി അവിടുത്തെ ലൊക്കേഷനിൽ സെക്യൂരിറ്റി കൊടുക്കുന്നത് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ലൊക്കേഷനിൽ എത്തുന്നത് വരെ അവന്മാരെന്റെ കണ്ണ് പൊത്തിയിട്ടാണ് കൂട്ടിക്കൊണ്ട് പോയത്. തിരിച്ചു വരുമ്പോ ദൂരെ കാട്ടിലെത്തിയപ്പോഴാണ് അവന്മാരെന്റെ കണ്ണ് തുറന്നു വിട്ടതെന്നേ. എന്റെ അമ്മ, ആരാ വന്നിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു അവന്മാർ ഇവിടെ എത്തിയെന്നാ. ഇപ്പൊ ഇതാരൊക്കെയാ? ഹലോ ഇൻസ്പെക്ടർ ചിങ്കം, ഹെഡ്ക്വാർട്ടർ നിങ്ങളുടെ കിഡ്നാപ്പിന്റെ കാര്യം അറിഞ്ഞോ? അവരെല്ലാവരും വളരെ വിഷമത്തിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ സെക്യൂരിറ്റിക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓ, താങ്ക് യു വെരി മച്ച്. എനിക്കാണ് ഇപ്പൊ ശരിക്കും സെക്യൂരിറ്റിയുടെ ആവശ്യം. ഞങ്ങൾക്കറിയാം പ്രോജക്ട് എക്സിന്റെ ലൊക്കേഷൻ കുക്കു വാലിയിൽ എവിടെയാണോ ഉള്ളത് എന്ന്. നമ്മളെല്ലാവരും ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് ആ സ്ഥലം കണ്ടുപിടിച്ചേ മതിയാകൂ. പക്ഷെ കുക്കൂസ് വാലി ഒരുപാട് വലിപ്പമുള്ളതാണ്. നമ്മൾ എവിടെ ചെന്ന് അവരെ കണ്ടുപിടിക്കും? ആ കാര്യം ഞങ്ങളേറ്റു. ഇപ്പൊ ഈ ഗാഡ്ജറ്റിക് ഫ്ലൈ നമുക്ക് വഴി കാണിച്ചു തരാൻ പോവാണ്. ഇതെവിടെയാ സ്ഥലം? അതെ, നമുക്ക് അവിടെ പോയ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. വേഗം പോകാം. എന്റെ അപ്പോ! പത്ലു, നമുക്കിതേ പുള്ളിക്കാരനെ പറയാൻ പോവാം. എന്റെ അപ്പോ! ചിങ്കം സാറേ, ഈ സ്ഥലം കാണുമ്പോ തന്നെ എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. വരൂ, നമുക്ക് എന്തായാലും ഈ സ്ഥലത്ത് നിന്ന് ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. എല്ലാവരും നന്നായി ഒന്ന് തെരഞ്ഞു നോക്ക്. അയ്യോ, ഇതെന്താ?
അയ്യോ, മമ്മി, പാപ്പ, അയ്യോ, വേണ്ട. എന്തൊരു തമാശയായിരുന്നു. പ്ലീസ് വൺസ് മോർ. Once more അല്ല, ഞാനൊരൊറ്റ ഏറ് വെച്ചാൽ നടക്കില്ല. എവിടെ നിന്നെങ്കിലും ഒരു ക്ലൂ കിട്ടിയിരുന്നെങ്കിൽ. ഇതെന്താ? ആ, എനിക്ക് തെളിവുകൾ കിട്ടി. മോട്ടു, ചിങ്കം സാർ, ഈ വാനൊന്ന് നോക്ക്. അതേ പത്രം, നമുക്ക് ഈ വണ്ടിയിൽ പോവാൻ പറ്റില്ല. നടന്നിട്ട് പോയി വേണം അവരെ കണ്ടുപിടിക്കാൻ. അല്ല, ഇതൊരു പാട്ടവിലയ്ക്ക് പോലും ഒരു മനുഷ്യൻ വാങ്ങില്ല. പുറത്തുനിന്ന് കാണാൻ ഈ വാന് പഴയതുപോലെയല്ലേ ഉള്ളത്. അപ്പോ അകത്തും സീറ്റിലൊക്കെ പൊടി ഉണ്ടാവേണ്ടതല്ലേ? പക്ഷേ സീറ്റൊക്കെ പുതിയതുപോലെയാ ഉള്ളത്. ആരോ അത് ഉപയോഗിക്കുന്നത് പോലെയാ തോന്നുന്നത്. സ്റ്റെയറിംഗിലും സീറ്റിലൊക്കെ പൊടി ഉണ്ടാവേണ്ടതാ, പക്ഷെ പുതിയതുപോലെയുണ്ട്. Yes, പത്ലു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ആരോ ഈ വാനിനെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വാ, നമുക്ക് ഇതിന്റെ അകത്ത് കേറിയിരുന്ന് നോക്കാം. ഒരു പക്ഷെ നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയേക്കാം. ക്ലൂ എവിടെന്നാ കിട്ടുക? കമാൻഡോസ്, ഒരു സ്ഥലം വിടാതെ തരണം കേട്ടല്ലോ. തീർച്ചയായും നമുക്ക് വല്ല തെളിവും കിട്ടും. എന്തിനാണോ ഇങ്ങനെ ചെയ്തത്? സോറി. നിങ്ങൾക്കും സോറി. ഏയ്, എന്റെ അമ്മോ, താനെന്താ ഈ കാണിക്കുന്നത്? ഇറങ്ങ്, മോളിന്ന് ഇറങ്ങാൻ. എന്റെ അമ്മോ, എനിക്കിനി വീഴാൻ വയ്യേ. തീർച്ചയായും ഈ താക്കോല് ഈ വാനിന്റെ തന്നെ ആയിരിക്കണം. യെസ്. അല്ല, ഇതെന്തായി സംഭവിക്കുന്നത്? അയ്യോ, രക്ഷിക്കോ. എന്റെ അമ്മോ. അല്ല, നമ്മളിപ്പോ എവിടെ എത്തിയിരിക്കുന്ന പത്ലു? ഒരുപക്ഷെ ഇതായിരിക്കുമോ പ്രോജക്ട് എക്സിന്റെ ലൊക്കേഷൻ? അല്ല, ഇതാരാ? ഇൻസ്പെക്ടർ ചിങ്കം. ഹലോ ഇൻസ്പെക്ടർ ചിങ്കം, ഹൗ ആർ യു? പെട്ടെന്ന് ഇവിടെ വരാൻ കാരണം എന്തായിരിക്കും? ഒരു ഫോണില്ല, മെസ്സേജ് ഇല്ല. അത് പിന്നെ കുറച്ച് കുട്ടികൾ എന്റെ ഫോൺ എടുത്ത് വെച്ചിരിക്കുകയാണ്. അല്ല, ഇതാണോ സാറിന്റെ സ്ഥലം? വാ വാ, സൂപ്പർ. എന്ത് നല്ല ഇന്റീരിയർ ആണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ല, ഇതെന്താണെന്ന് നോക്കിയേ. ഇതിനകത്തുള്ള സ്റ്റാച്യൂസും പെയിന്റിങ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. എന്താ മിസ്റ്റർ ചിങ്കം, നിങ്ങളത് എപ്പോഴും കാണുന്നതല്ലേ, അല്ലാതെ പുതിയതൊന്നും അല്ലല്ലോ. ചിങ്കം സാർ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? അതൊക്കെ ഇരിക്കട്ടെ, ഈ രണ്ടുപേരും ആരാണ്? ഇവര് രണ്ടുപേരാണ് മോട്ടു പത്ലു, ഫുർഫുറെ നഗരത്തിന്റെ സ്റ്റാർ ഡിറ്റക്ടീവ്സ് ആണ്. പിന്നെ ഇവരെന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഹെഡ് ക്വാർട്ടേഴ്സിന് അയച്ചിരിക്കുന്ന കമാൻഡോസ് ആണല്ലോ. ഓ, ഗുഡ് ഗുഡ്. ഹലോ മോട്ടു പത്ലു ചേട്ടാ, നൈസ് ടു മീറ്റ് യു. ഞാനാണ് സയന്റിസ്റ്റ് ആചാര്യ. ഈ ലാബ് ഡിസൈൻ ചെയ്തത് ഞാനാണ്. ഹലോ സാർ. മോട്ടു പത്ലു, നിങ്ങളൊന്ന് പുറത്തു പോയി നിന്നേക്ക്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പൊ എനിക്ക് വാൺ ചെയ്യണം. ചിങ്കം സാറ്, ഞങ്ങൾ വൈകുന്നേരം 6 മണി വരെ നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവും. അവൻ വീണ്ടും ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം ഉണ്ടാവും. ഓക്കെ 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 ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് അകത്തേക്ക് വരാൻ കഴിയില്ല. അകത്തേക്ക് ഞാൻ പിന്നെ ആചാര്യൻ സാർ മാത്രമേ പോവാൻ പാടുള്ളൂ. വരൂ വരൂ വരൂ, വേഗം വരൂ. I scan done. Okay, ready to go. ലെറ്റ്സ് ഗോ മിസ്റ്റർ ചിങ്കം. യെസ് യെസ്, പോകാം. ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. ഇതൊന്നും അങ്ങ് ശരിയായി തോന്നുന്നില്ല. യെസ്, അല്ല, എന്ത് പറ്റി പത്ലു? അത് ഡ്യൂപ്ലിക്കേറ്റ് ചിങ്കു ആണ്. നമുക്ക് അയാളെ തടയണം. അതിനൊന്നും ഒരു ചാൻസും ഇല്ല. ഞങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാ. എന്ത്? ഈ റൗഡികളെ മനസ്സിലായോ? നമ്മുടെ ചിങ്കം സാറെ അറ്റാക്ക് ചെയ്ത അതേ റൗഡികൾ തന്നെയാ. അവരെ ചെന്ന് പിടിക്കുക. ഞങ്ങൾക്കൊരു ഷോക്ക്
നിങ്ങൾക്ക് തന്നില്ലേ, ഇനി ഇതാ നിങ്ങൾക്കുള്ളത് പിടിച്ചോ. മോട്ടു ജംപ്. മിസ്റ്റർ ആചാര്യ, ഇത് വ്യാജ ചിങ്കമാണ് സർ. എനിക്കറിയാം. ഞാൻ ഈ ഗേറ്റ് തുറന്നപ്പോഴേ ഇയാൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇയാളെ കരാറ്റെ അറ്റാക്ക് ചെയ്ത് ബോധം കേൾപ്പിച്ചു. കോളേജിൽ പഠിപ്പിച്ച കുംഫു ഇപ്പോഴാണ് പ്രയോജനപ്പെട്ടത്. സാറേ, നിങ്ങളെ സയന്റിസ്റ്റാണോ അതോ കുംഫു മാസ്റ്ററോ? നിങ്ങൾ ഇവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. ബൈ. ഇവിടെയാണ് റൂബസ് ക്യൂബ്. ഇനി ഇതിന്റെ സഹായത്തോടെ ഞാൻ മിസൈലിന്റെ പാസ്വേഡ് ജനറേറ്റ് ചെയ്ത് മുഴുവൻ കോണ്ടിനെന്റും ബ്ലാസ്റ്റ് ചെയ്യും. പക്ഷെ ഇത് ഇവിടുന്ന് എടുക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. ഉറപ്പായിട്ടും ഇതിനൊരു ട്രാപ്പ് ഉണ്ടായിരിക്കും. ആദ്യം ആ ട്രാപ്പ് എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. മോട്ടു, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചിങ്കു ആണ്. പക്ഷെ ഇത് മിസ്റ്റർ ഫോക്സ് അല്ല. അപ്പൊ പിന്നെ ഇതാരാ? ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം. സയന്റിസ്റ്റ് ആചാര്യോ? മിസ്റ്റർ ആചാര്യ, എഴുന്നേക്ക എഴുന്നേക്ക. എന്റെ തല, എനിക്ക് എന്താ പറ്റിയത്? ഈ ഇൻസ്പെക്ടർ ഉടുപ്പ് ഞാൻ എങ്ങനെയാ എടുത്തിട്ടത്? ഓർമ്മ വന്നു. ഞാൻ ചെന്ന് ഈ ലാസ്റ്റ് ഗേറ്റ് തുറന്നപ്പോഴേ അയാൾ എന്നെ എന്തുകൊണ്ടോ അടിച്ചു. എനിക്ക് ബോധം പോയി. അവൻ മാസ്ക് ആൻഡ് ഡിസ്ഗൈസസിൽ മാസ്റ്റർ ആണ്. അവൻ അകത്തേക്ക് പോയിട്ടുണ്ട്. ഡോർ തുറക്ക്. എന്താ ഇത്? അവനെ ഡോർ അകത്തിലൂടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. നമ്മളെ കൊണ്ട് പുറത്തുനിന്ന് തുറക്കാൻ കഴിയില്ല. ഈ ഡോർ ആണെങ്കിലോ ഭയങ്കര സ്ട്രോങ്ങും. മിസൈൽ കൊണ്ട് അറ്റാക്ക് ചെയ്താലും ഇതിനെ തുറക്കാൻ കഴിയില്ല. ഡോക്ടർ ആചാര്യ, നിങ്ങളെ കരയല്ലേ? അല്ല, ഇതെന്താ ഇത്? ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ ബി ഗാഡ്ജറ്റ് ആണ്. ഡോക്ടർ ആചാര്യ, ഇത് ഏത് വിധത്തിലുള്ള സ്ട്രോങ് ആയ ഡോറും നിമിഷ നേരം കൊണ്ട് കുത്തി ഓട്ടയാക്കി തുറക്കും. ഇവിടെ ഒരു ട്രാപ്പും ഇല്ലല്ലോ. ഇത്രയും പെട്ടെന്ന് ഈ ഡോറ് തുറന്നോ നിങ്ങള്? ഇനി ഈ റൂബിസ് ക്യൂബ് എനിക്കുള്ളതാണ്. ആർക്കും എന്നെ തടയാൻ കഴിയില്ല. മിസ്റ്റർ ഫോക്സ്, അവസാനം ഇതോടെ നിന്റെ കളി കഴിഞ്ഞിരിക്കുന്നു. ഡിറ്റക്റ്റീവ് മോട്ടു പത്തലു, ദൂരെ മാറി നിന്നോ. എന്നെ തടസ്സപ്പെടുത്താൻ ആരെങ്കിലും വന്നാൽ അത് നല്ലതായിരിക്കില്ല. ഡോക്ടർ ആചാര്യ, മണി 6 ആകാൻ ഇനി 10 മിനിറ്റും കൂടിയുണ്ട്. ഞാൻ കൃത്യം 6 മണിക്ക് മിസൈല് ബ്ലാസ്റ്റ് ചെയ്യിക്കും. ഇനി നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പറഞ്ഞത് മനസ്സിലായോ? ഇതെന്താ ഈ സംഭവിക്കുന്നത്? ഇതൊരു ട്രാപ്പാണല്ലോ. ഇതെന്താ സംഭവിക്കുന്ന ഡോക്ടർ ആചാര്യ? ആരെങ്കിലും ഞങ്ങളെ താഴെ ഇറക്കിക്കേ. ഇത് ആന്റി ഗ്രാവിറ്റി ഫോഴ്സ് ആക്ടിവേഷൻ ആണ്. ആരെങ്കിലും ആ ക്യൂബ് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആന്റി ഗ്രാവിറ്റി ഫോഴ്സ് ആക്ടിവേറ്റ് ആയേക്കും. അതുകൊണ്ട് ആർക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഈ ഐപാഡ് ഇൻസ്പെക്ടർ ചിങ്കം സാറിന്റെ അടുത്തായിരുന്നല്ലോ. ഇയാളുടെ അടുത്ത് ഇത് എങ്ങനെ വന്നു? അതിൽ മിസൈൽ എങ്ങനെയാ ഫയർ ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. ചെല്ലു, അതാദ്യം തടയൂ. ശരി, ഇപ്പോൾ മിസൈൽ റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്യാം. ബൈ ബൈ. എത്രയും പെട്ടെന്ന് ഈ റൂബിസ് ക്യൂബിന്റെ കോഡ് സോൾവ് ചെയ്യണം. പെട്ടെന്നവിടെ. മോട്ടു, വേഗം പോയി അവനെ പിടിക്ക്. മിസ്റ്റർ ഫോക്സ്, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല.
എന്റെ മോട്ടു മിസ്റ്റർ ഫോക്സ്, ആ ക്യൂബ് എനിക്ക് താ. എനിക്ക് തന്നെ ഈ ക്യൂബ് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ നീ ഇതും കൊണ്ടുപോയിട്ട് എന്തോന്ന് ചെയ്യാനാ? എടാ, ഇത് സോൾവ് ചെയ്യുന്നത് എന്റെ ഒരു ഹോബി ആയിരുന്നു. സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇത് നിനക്കുള്ളതാണ്. ഓക്കേ. എന്റെ മോട്ടു നീ എന്താ ചെയ്യുന്നത്? നിർത്ത്. കണ്ടില്ലേ, കഴിഞ്ഞു. അല്ല, ഇതല്ല. അയ്യോ, ഇതുമല്ല. എന്റെ മോട്ടു മോട്ടു അങ്ങനെ ചെയ്ത അവന് കോഡ് കിട്ടും. അങ്ങനെ ചെയ്യരുത് മോട്ടു. നിന്റെ സുഹൃത്തിനെ ഡിസ്റ്റർബ് ചെയ്യില്ലേ പത്ലു? പത്ലു, നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ കളിക്കാം. ഇത് രണ്ടാമത്തെ ഗോൾ. ഒരു ഗോളും കൂടി. അതെ, ഞാനൊരു സയന്റിസ്റ്റ് ആണ്, അല്ലാതെ ഗോൾ കീപ്പർ അല്ല. ഇന്നാ പിടിച്ചോ എന്റെ അവസാനത്തെ ഗോൾ. ഞാനത് നോക്കട്ടെ. അതേ പത്ലു, നിന്റെ കൂട്ടുകാരൻ എപ്പോഴും ഇതേപോലെയാണോ എല്ലാം കൊളാക്കുക? നിങ്ങൾ ടൈം നോട്ട് ചെയ്തായിരുന്നോ? അതായത് ഞാൻ എത്ര സെക്കൻഡിനകമാണ് ഇത് തീർത്തതെന്ന്? അടിപൊളി. തീർച്ചയായിട്ടും ഇത് വേൾഡ് റെക്കോർഡ് ആയിരിക്കും. വേൾഡ് റെക്കോർഡൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ഒരു കാര്യം ഉറപ്പ് തരുന്നു, ഒരു വേൾഡ് ഡിസ്ട്രോയ് ഉറപ്പായും നടക്കാം. ഇത് ചീറ്റിംഗ്, ചീറ്റിംഗ്. താൻ എന്റെ കൂടെ ഇപ്പൊ ചെയ്തത് ചീറ്റിംഗ് ആണ്. മോട്ടു അവനെ പിടിക്ക്. എടാ പത്ലു, മോട്ടു, നിങ്ങൾ എന്തൊക്കെയാ ഈ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ആന്റി ഗ്രാവിറ്റി പവർ ഇതോടെ തീർന്നുതാ. ഞങ്ങളിപ്പോ നിങ്ങൾ എല്ലാവരെയും തീർക്കാൻ പോവുകയാണ്. വേറെ 5 മിനിറ്റ് ബാക്കിയുള്ളൂ. വരൂ, നമുക്ക് കുറച്ചേറെ സംസാരിച്ചിരിക്കാം. എന്റെ പ്ലാൻ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ് എന്നെ സംശയം തോന്നിയത്? തുടക്കം മുതലേ എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. നിനക്ക് പ്രോജക്ട് എക്സിന്റെ ലൊക്കേഷൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പം മുതല് പ്രോജക്ട് എക്സിന്റെ സീക്രട്ട് ഫയല് ചിങ്കം സാറിന്റെ കയ്യിലാ ഉള്ളത്. അപ്പൊ അവർക്ക് തന്നെ ലൊക്കേഷൻ അറിയില്ല എന്ന് പറഞ്ഞ അത് വിശ്വസിക്കുന്ന പോലെയാ ഉള്ളത്. രണ്ടാമത്തെ സംശയം എപ്പോഴാ വന്നതെന്ന് അറിയോ? നീ താഴെ പ്രോജക്ട് എക്സിന്റെ റിസപ്ഷൻ ഹാളിൽ വന്നപ്പോ അവിടെയുള്ള ഇന്റീരിയർ വർക്കിനെ കുറിച്ച് പ്രശംസിച്ചില്ലേ? ആദ്യമായിട്ട് ഈ സ്ഥലത്ത് വന്ന പോലെ. ചിങ്കം സാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന ആളാ. അങ്ങനെയുള്ള ആൾ ഇങ്ങനെ പ്രശംസിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എന്റെ സംശയം എപ്പോഴാണെന്ന് അറിയോ അധികമായത്? ഡോക്ടർ ആചാര്യക്ക് നിങ്ങൾ പോലീസിന്റെ യൂണിഫോം ഇട്ട് കൊടുത്തില്ലേ? പക്ഷെ ആ സമയത്ത് നീ പോലീസിന്റെ ഷൂസ് ഇട്ട് കൊടുക്കാൻ മറന്നു പോയിരുന്നു. അത് ശരിയാണ്. വേറെ ഇന്റലിജന്റ്, പക്ഷേ വേസ്റ്റ് ആയി പോയി. മിസ്റ്റർ ഫോക്സ് എപ്പോഴും അവസാന മത്സരത്തിൽ വിജയിച്ചിരിക്കാം. കാരണം ഞാൻ കാട്ടിലുള്ള ചെന്നൈയെക്കാളും സൂത്രശാലിയാണ്. Launch detection. Launch detection. Target locked. Target locked. പത്ലു, ഞാൻ ഉണ്ടാക്കിയ മിസൈൽ അവസാനം ഈ ലോകത്തെ നശിപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. മോട്ടു, ഈ ഗ്ലാസ് ചുവര് എത്രയും പെട്ടെന്ന് പൊട്ടിക്ക്. കണ്ടോ പത്ലു? എന്ത് പറ്റി? തകർക്ക്. മോട്ടു, come on. മനസ്സ് തളരാൻ പാടില്ല. ചെല്ല്.
വളരെ സ്ട്രോങ് ആയി കെട്ടിയതാണ്. മിസൈൽ കൊണ്ട് അടിച്ചാൽ പോലും ഇതിനെ തകർക്കാൻ കഴിയില്ല. ഡിറ്റക്റ്റീവ് ആകാൻ വേണ്ടി വന്നിരിക്കുന്നു. ഐഡിയ മോട്ടു എന്നാ പിടിച്ചോ. സമൂസ കഴിക്കേ പണി തുടങ്ങ. ജയ് ഹോ! ഞം, 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 ഞം. യോ! മിസൈലിനെ കൂടെ തന്നെ കഴിയില്ലത്രേ. ഇവൻ സമോസ കഴിച്ചത് പൊട്ടിക്കാൻ പോവാണോ? എന്താ ഇത്? ഓ നോ, ഇത്രയും സ്ട്രോങ് ആയ കണ്ണാടി നീ പൊട്ടിച്ചോ? അതെ ഫ്രാൻസ്, ഇവന്മാരെ പിടിക്കേ. ഞങ്ങളെ അടിക്കാൻ വരികയാണോ? ഇതാ പിടിച്ചോ. അയ്യോ, ഞാൻ വഴക്കുന്നില്ല എന്റെ വീട്ടിലേക്ക്. ഞാനൊരു സൈനിസ്റ്റാ. ഒരു മിനിറ്റ് കൈ എടുക്ക. നിന്നടിച്ച് എന്റെ കൈ വേദനിക്കുന്നു. ഇന്നാ പിടിച്ചോ. അമ്മച്ചേ, ഇനി ഈ മിസൈൽ ഞാൻ താഴോട്ടയക്കാൻ പോവാ. അങ്ങടാ പോട്ടെ. എന്റെ മിസൈൽ നീ താഴേക്ക് ഇന്നാ മുകളിലേക്ക് വന്നു കഴിഞ്ഞു. മോട്ടോ, ഞാനിപ്പോ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. അയ്യോ, എന്നെ അടിക്കരുത്. അയ്യോ, അടിക്കരുതേ. ഞാൻ നിന്റെ ബോസ് ആണടാ. അയ്യോ, നിനക്ക് കണ്ണ് കാണില്ലേ? ആള് നോക്കി അടിക്കടാ. ഈ കളി ഇവിടെ വെച്ച് തന്നെ തീർക്കണം. വിടാനാ പറഞ്ഞ. ഇന്ന് തന്നെ കോൺലന്റ് ബ്ലാസ്റ്റ് നടത്തിയിരിക്കണം. നടക്കില്ല. നടക്കും. നടക്കില്ല. നടക്കും. നടക്കില്ലെന്ന്. നടക്കും. എടോ, അതല്ലേ ഞാൻ പറഞ്ഞ നടക്കില്ലെന്ന്. നടക്കും. നടക്കും. എന്താണ് എന്നെ വെച്ച് തമാശ കളിക്കുക? അല്ല, ഈ മിസൈലിന് സംസാരശേഷിയും ഉണ്ടോ? നിങ്ങളുടെ ഇഷ്ടത്തിന് സ്റ്റാർട്ടും സ്റ്റോപ്പും അമർത്തി കളിക്കുക. എന്തെങ്കിലും ഒന്ന് വേഗം തീരുമാനിക്കേ. ഞാൻ മുകളിലോട്ട് പോകണോ അതോ വേണ്ടയോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ പൊട്ടിത്തെറിക്കും. ഫൈനൽ ഉറപ്പിച്ചോ. തകർക്കണം. ഓക്കെ, താങ്ക്സ്. വേണ്ട മിസ്റ്റർ ഫോക്സ്, അങ്ങനെ ചെയ്യരുത്. വെറും 10 സെക്കൻഡിനുള്ളിൽ എന്റെ മിഷൻ പൂർത്തിയാകാൻ പോവുകയാണ്. മോട്ടു എന്തെങ്കിലും വേഗം ചെയ്തേ മതിയാകൂ. ഇല്ല, ഞങ്ങൾ നിങ്ങളെ ചെയ്യാൻ വിടില്ല. മോട്ടു, നീ ഇപ്പോഴല്ലേ ഒരു കിണ്ണം സമൂസ തിന്ന്. നീ വളരെ ബലശാലിയാണെന്ന് മറക്കരുത്. നിന്റെ സമൂസയുടെ പവർ കാണിക്ക. അതെ പത്ലു, വെരി സോറി, ഞാൻ മറന്നുപോയതാ. അതുകൊണ്ടാ. മിസ്റ്റർ ഫോക്സ്, മോട്ടു, മിഷൻ ഫെയിൽഡ്. അയ്യോ, എനിക്കെന്തായി സംഭവിക്കുന്നത്? നീ എന്താടാ ചെയ്തത്? ഇവര് എന്റെ എല്ലാ പ്ലാനും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ഇനിയിപ്പോ ഇവന്റെ മാസ്ക് അഴിച്ചിട്ട് ഇവന്റെ മുഖം നോക്കാം. ഇവൻ ആരാണെന്ന് എന്നിട്ട് ഉറപ്പായിട്ട് ഇവനെ ജയിലിലേക്ക് അയക്കണം. വേണ്ട. എന്റെ മാസ്ക് നിങ്ങൾ എടുക്കരുത്. ഞാൻ ഇങ്ങനെ നേരെ ജയിലിലേക്ക് പൊയ്ക്കോളാം. ഐ ഡിമാൻഡ് റെസ്പെക്ട്. ഇന്നാ പിടിച്ചോ. വേണ്ട. ഐ സറണ്ടർ. ഞാൻ ജയിലിലേക്ക് പൊയ്ക്കോളാം. എന്റെ മുഖത്തേക്ക് മാത്രം നോക്കില്ലേ? അല്ല, ഇത് നമ്മുടെ ആ പഴയ കോപ്പിടിയല്ലേ? പക്ഷെ മൊട്ടത്തലയൻ കോപ്പിടിയോ? അയ്യോ, എന്നെ നോക്കി ഇങ്ങനെ കളിയാക്കിട്ടിരിക്കല്ലേ. കുറച്ച് സമയം മുമ്പേ ഞാൻ ക്രൂരനായ ഒരു വില്ലനായിരുന്നു. അപ്പൊ എന്നെ എല്ലാരും റെസ്പെക്ട് ചെയ്തു. ഇപ്പൊ ഞാനൊരു കോമഡി വില്ലനായി മാറി.
ആരാണ് ഇവിടെ കൂടുതൽ സംസാരിക്കുന്നേ? ഇവിടെ ആരാടാ ബോസ്? ഹലോ. ഒരു തീരുമാനം എടുക്കാൻ പോലും നിന്നെ കൊണ്ട് കഴിയുന്നില്ല. ഓൺ ഓഫ് ചെയ്ത് എന്നെ ദേഷ്യപ്പെടുത്തുക അല്ലേ? എന്റെ ഒപ്പം വാ, നിന്നെ ഞാൻ സ്പേസിൽ കൊണ്ടുപോയി വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് വരാം. വായോ. താങ്ക് യു മോട്ടുപത്ലു. ഈ ജോലി വളരെ കഷ്ടമുള്ളതാണ്, പക്ഷെ നിങ്ങളത് വളരെ എളുപ്പത്തിൽ ചെയ്തു തീർത്തു. ഞങ്ങൾ അത് സാധ്യമാക്കി. കാരണം സൂത്രപ്പണി ഞങ്ങളുടെ പ്രൊഫഷൻ മാത്രമല്ല, പാഷനും കൂടിയാണ്. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അതെ, എംപോസിബിള്. മിസ്റ്റർ ഫോക്സ്, എവിടെ പോയി? എങ്ങോട്ട് പോയി? എവിടെ പോയി അവൻ? മിസ്റ്റർ ഫോക്സിനെ മിസ്റ്റർ മിസൈല് കൊണ്ടുപോയിരിക്കുന്നു. എന്ത്? Watch India's largest kids library only on Jio Hotstar. Download the app now.